രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാമായണ മഹാത്മ്യത്തെക്കുറിച്ചുള്ള ബ്രഹ്മനാരദ സംവാദത്തിൽ നാരദന്റെ സംശയത്തിന് മറുപടിയായി ബ്രഹ്മാവ് പറയുന്നു, രാമായണമാകുന്ന കൽപ്പവൃക്ഷത്തിന് 7 ശാഖകളും 7 തരത്തിലുള്ള ഫലങ്ങളുമാണ് ഉള്ളത്. വായിക്കുന്നതിലേറെ ഫലം കേൾക്കുന്നതിലുണ്ട്. ആ പുണ്യകർമ്മത്തിന്റെ വേദിയിലേക്ക്, ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം ആചാര്യവന്ദനം. സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം കാവാലം ശ്രീകുമാർ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ശ്രീ രാഹുൽ ഈശ്വർജി. സ്വാഗതം. പ്രശ്നോത്തര മത്സരം ആരംഭിക്കുകയാണ്. ഇന്നലത്തെ അതേ ടീമുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ ചിന്മയ വിദ്യാലയം കാട്ടാക്കട, ടീം ബി ചിന്മയ വിദ്യാലയം വഴുതക്കാട്. ഇന്ന് എല്ലാത്തിനും പ്രിപ്പയർ ആയിട്ടല്ലേ വന്നത് അല്ലേ രണ്ടാൾക്കാരും? ഓക്കെ ഫൈൻ. ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: തങ്ങളോട് സംസാരിക്കാൻ വന്ന ഹനുമാന്റെ സംസാരം കേട്ട ശ്രീരാമന്റെ പ്രതികരണം എന്തായിരുന്നു? എ, ഭാഷ അറിയാത്ത ഒരു പാമരനാണ് ഇയാൾ. ബി, പ്രാകൃത ഭാഷ സംസാരിക്കുന്ന പ്രാകൃതനാണ്. സി, അയാളുടെ ഭാഷ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഡി, അതിവിജ്ഞനായ ഒരുവനാണിത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി, പ്രാകൃത ഭാഷ സംസാരിക്കുന്ന പ്രാകൃതനാണ്. ഓപ്ഷൻ ബി, പ്രാകൃത ഭാഷ സംസാരിക്കുന്ന പ്രാകൃതനാണ്. നമ്മൾ ലോക്ക് ചെയ്തു. എന്താ അങ്ങനെ പറയാൻ? ഹനുമാൻ പഞ്ചമ എന്നൊരു ഭാഷയിലാണ് ശ്രീരാമനോടും ലക്ഷ്മണനോടും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാകൃത ഭാഷ സംസാരിക്കുന്ന ആളാന്ന് പറഞ്ഞത് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ടീം എ ശരി ഉത്തരം പറയാത്തത് കൊണ്ട് അതേ ചോദ്യം ടീം ബിക്ക് കൈമാറുകയാണ്. ചോദ്യം ഇതാണ്: തങ്ങളോട് സംസാരിക്കാൻ വന്ന ഹനുമാന്റെ സംസാരം കേട്ട ശ്രീരാമന്റെ പ്രതികരണം എന്തായിരുന്നു? എ, ഭാഷ അറിയാത്ത ഒരു പാമരനാണ് ഇയാൾ. സി, അയാളുടെ ഭാഷ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഡി, അതിവിജ്ഞനായ ഒരുവനാണിത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി, അതിവിജ്ഞനായ ഒരുവനാണിത്. ഓപ്ഷൻ ഡി, അതിവിജ്ഞനായ ഒരുവനാണിവൻ. നമുക്ക് നോക്കാം. നമ്മൾ ലോക്ക് ചെയ്തു. ഗസ് ചെയ്തതാണോ? അറിഞ്ഞോണ്ട് പറഞ്ഞതാണ്. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 1 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോട് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സുഗ്രീവൻ രാമനുമായി സഖ്യം ചെയ്തതായി സംശയിക്കുന്ന താര ബാലിക്ക് ഗുണകരം എന്ന മട്ടിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്ത്? എ, പടച്ചട്ടയും വിശിഷ്ടായുധങ്ങളും ധരിക്കണം. ബി, സുഗ്രീവനെ യുവരാജാവായി അഭിഷേകം ചെയ്ത് വാത്സല്യത്തോടെ ഇരിക്കണം. സി, സുഗ്രീവനെ കൊല്ലണം. ഡി, സുഗ്രീവ പത്നിയെ വധിച്ച് മുന്നിലിടാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി, സുഗ്രീവനെ യുവരാജാവി അഭിഷേകം ചെയ്ത് വാത്സല്യത്തോടെ ഇരിക്കണം. ഓപ്ഷൻ ബി, സുഗ്രീവനെ യുവരാജാവായി അഭിഷേകം ചെയ്ത് വാത്സല്യത്തോടെ ഇരിക്കാം. നമ്മൾ ലോക്ക് ചെയ്തു. അതാണോ ശരിയായ ഉത്തരം? ഉറപ്പാണ്? പിന്നെ ഞാനൊന്നും ചോദിക്കണ്ടല്ലോ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: കുലസ്യ അന്താരമജീവനാർഹം രാമാനുജാനാഹി കൃതാഗസമാം. കുലത്തെ നശിപ്പിച്ചവനും ജീവിക്കാൻ അർഹതയില്ലാത്തവനുമായ ഈ മഹാപാപിക്ക് വിടയരുളിയാലും രാമ, ആരാണ് ഇങ്ങനെ ശ്രീരാമനോട് യാചിക്കുന്നത്? എ, ബാലി. ബി, സുഗ്രീവൻ. സി, കൈകേയി. ഡി, വിഭീഷണൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ, ബാലി. എ, ബാലി. നമ്മൾ ലോക്ക് ചെയ്തു. എ, ബാലി. ബാലിയാണോ അങ്ങനെ പറയണത്? ഏത് സന്ദർഭത്തിലാണ് ബാലി അങ്ങനെ പറയുന്നത്? ബാലി വധം നടന്നു കഴിഞ്ഞ് ബാലിയുടെ അന്ത്യനിമിഷങ്ങളിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സെയിം ക്വസ്റ്റ്യൻ ടീം ബിക്ക് കൈമാറുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: കുലസ്യ ഹന്താരമ ജീവനാർഹം രാമാനുജാനീഹി കൃതാഗസമാം.
ഇങ്ങനെ പറഞ്ഞത് ആരാണ് ശ്രീരാമനോട്? ബി സുഗ്രീവൻ, സി കൈകേയി, ഡി വിഭീഷണൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി സുഗ്രീവൻ. ഓപ്ഷൻ ബി സുഗ്രീവൻ ലോക്ക് ചെയ്തു. എപ്പോഴാ സുഗ്രീവൻ അങ്ങനെ പറയുന്നത്? രാജ്യഭാരം ഏറ്റെടുത്ത് അതിലുന്മത്തനായി കഴിയുന്ന സമയത്ത്, അതിനുശേഷം ശ്രീരാമന് കൊടുത്ത പ്രത്യുപകാര ചിന്ത മറന്നു. അതിനുശേഷം സുഗ്രീവൻ ശ്രീരാമനെ ദർശിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 1 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോട് തന്നെയാണ്. ലക്ഷ്മണന്റെ അഭിപ്രായ പ്രകാരം 2 പ്രകാരത്തിലാകുന്നു മിത്രം. ഒന്ന് അർത്ഥഗുണശ്രേഷ്ഠം, രണ്ടാമത്തേത് ഏത്? എ സത്യധർമ്മ പരായണം, ബി ഗുണകർമ്മ വിഭാഗശം, സി പൂർണ്ണശോഭാനിഷേവിതം, ഡി പൂർണ്ണത്യാഗ സമന്വിതം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി പൂർണ്ണത്യാഗ സമന്വിതം. ഓപ്ഷൻ ഡി പൂർണ്ണത്യാഗ സമന്വിതം നമ്മൾ ലോക്ക് ചെയ്തു. ഗസ് ചെയ്തതാണോ? അതെ. ആണോ? നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ടീം ബിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പം സെയിം ചോദ്യം ടീം എക്ക് കൈമാറുകയാണ്. ലക്ഷ്മണന്റെ അഭിപ്രായ പ്രകാരം 2 പ്രകാരത്തിലാകുന്നു മിത്രം. ഒന്ന് അർത്ഥഗുണശ്രേഷ്ഠം, രണ്ടാമത്തേത് ഏത്? എ സത്യധർമ്മ പരായണം, ബി ഗുണകർമ്മ വിഭാഗശം, സി പൂർണ്ണശോഭാനിഷേവിതം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ സത്യധർമ്മപരായണം. ഓപ്ഷൻ എ സത്യധർമ്മ പരായണം നമ്മൾ ലോക്ക് ചെയ്തു. ഉറപ്പാണോ? ചെയ്തതാണ്. ഗസ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 1 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ഇന്ദ്രപുത്രൻ എന്നും സൂര്യപുത്രൻ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ബാലി സുഗ്രീവന്മാരുടെ പിതാവായി ഒരു വാനരന്റെ പേര് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. അത് ആരാണ്? എ നളൻ, ബി അംഗദൻ, സി വൃക്ഷരജസ്, ഡി വിന്ദൻ. സി വൃക്ഷരജസ്. ഓക്കെ, സി വൃക്ഷരജസ്. ഓക്കെ, നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ഇന്നത്തെ പ്രശ്നോത്തര മത്സരത്തിൽ ടീം എ നേടിയിരിക്കുന്നത് 1 മാർക്ക്. ഇന്നലെയും ഇന്നുമായി ടീം എ നേടിയിരിക്കുന്നത് 5 മാർക്ക്. ഇന്നത്തെ പ്രശ്നോത്തരി മത്സരത്തിൽ ടീം ബി നേടിയിരിക്കുന്നത് 6 മാർക്ക്. ഇന്നലെയും ഇന്നുമായി ടീം ബി നേടിയിരിക്കുന്നത് 9 മാർക്ക്. ഇതോടുകൂടി ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. അപ്പൊ നമുക്ക് നേരിട്ട് അങ്ങോട്ട് കാവ്യത്തിലോട്ട് കിടക്കാം അല്ലേ? ചൊല്ലിക്കോളൂ. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാമേതുമറിഞ്ഞീല വാസരം പോയതും മാസം അതീതമായി വന്നിതു നിർണയം ഭൂസുതയ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകില്ലെന്നുമേ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാം. നന്നായി. ആശയം വിശദീകരിച്ചോളൂ. സുഗ്രീവന്റെ ആജ്ഞപ്രകാരം വാനരന്മാർ സീതാന്വേഷണത്തിന് പുറപ്പെടുന്നു. സീതാന്വേഷണത്തിന് ഇടയ്ക്ക് ദാഹം കൊണ്ട് വലഞ്ഞ വാനരന്മാർ ഒരു ഗുഹ കാണുന്നു. അവർ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ കായ്കനികളും ജലവും മധുവും എല്ലാം അവർ കാണുന്നു. അവിടെ അഗ്നി പോലെ ജ്വലിക്കുന്ന ഒരു യോഗിനിയെ അവർ കണ്ടു. അവർ ആ ഗുഹയിൽ കുറച്ചു ദിവസം കഴിച്ചുകൂട്ടി. വാസരങ്ങൾ പോയത് അവർ അറിഞ്ഞില്ല. 1 മാസക്കാലമാണ് സുഗ്രീവൻ വാനരന്മാർക്ക് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വിവരമറിയിക്കുവാൻ നൽകിയിരുന്നത്. ഇനി അഥവാ സീതയെ കണ്ടുപിടിച്ച് ആ വിവരം അറിയിച്ചില്ല എങ്കിൽ സുഗ്രീവൻ അവരെ വധിക്കുമെന്ന് നിശ്ചയമാണ്. കാരണം
സുഗ്രീവന്റെ ശാസനം ഒരിക്കലും നിഷ്ഫലമാവുകയില്ല. ഇതാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ, ഇത്തവണത്തെ ചൊല്ലല് തെറ്റൊന്നും കൂടാതെ വളരെ ഭംഗിയായിട്ട് ചൊല്ലി എന്നതാണ് അതിൻ്റെ ഒരു സുഖം. അതുപോലെ നമ്മൾ വ്യാഖ്യാനവും നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മാർക്സിലോട്ട് പോവാം അല്ലേ? ഇയാളുടെ ആലാപനം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അക്ഷരസ്ഫുടത, അത് പറയേണ്ട രീതി. ഈ 24,000 ശ്ലോകം വാൽമീകിയുടെ മനസ്സിൽ നിന്ന് വന്നത് 2 പക്ഷികളിൽ ഒരെണ്ണം അമ്പേറ്റ് താഴെ വീണപ്പോൾ ഉണ്ടായ ശോകമാണ് ശ്ലോകമായി മാറിയത്. ഇത് ആരുടെയാ കോപ്പി അടിച്ചെന്ന ചോദ്യത്തിൻ്റെ ശോകമാണ് ശ്ലോകത്തിന് ഉറപ്പ് നൽകിയത്. നന്നായി. ഇയാളുടെ അർത്ഥവ്യാഖ്യാനവും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. വെരി ഗുഡ്. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ, 7 തന്നെ തരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ മാർക്ക് നൽകുകയും ചെയ്ത മോശമല്ലേ? അപ്പം ഞാൻ എഴുതും 7 മാർക്ക്. മാർക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, 7 മാർക്ക്. ടീം എ നേടിയിരിക്കുന്നത് 21 മാർക്ക്. അടുത്ത കാവ്യം ടീം ബിയുടേതാണ്. കാവ്യം സ്ക്രീനിൽ. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോനഹങ്കാരമോർക്ക നീ. ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയൽപ്പിണ്ട വത്സദാ. തേന ദേഹത്തിനു താഥാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ആശയം. നമ്മുടെ കർമ്മഫലമാണ് നമ്മുടെ ദേഹം. കർമ്മം ശരിയായി ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ദേഹത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടി വരികയില്ല. ഇത് നിബാധിയോട് നിശാകര സന്യാസി പറയുന്ന വാക്കുകളാണ്. തൻ്റെ നിബാധിയോട് സമ്പാദിയോട് തൻ്റെ ചിറകുകളറ്റ് താഴ്ത്തു വീണ് കിടക്കുന്ന സമ്പാദിയോട് അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഒരിക്കലും നമ്മുടെ കർമ്മം നന്നായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദേഹത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടി വരുന്നില്ല. നാം എന്ന വിചാരമാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം എന്ന വിചാരം നാം മനസ്സിൽ നിന്നെടുത്ത് മാറ്റേണ്ടതാണ്. ഒരു ലോഹം അത് അഗ്നിയിലിട്ട് അതിനുള്ളിലെ അഗ്നി പോലെയാണ് നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന നാം എന്ന ഭാവം. അത് നാമായി തന്നെ എടുത്തു മാറ്റേണ്ടതാണ്. അത് തനിയെ മാറുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മം നാം നന്നായി തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് ശരീരവും നന്നായി വരും. ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ, 2 മോള് തന്നെയാണ് കൈകാര്യം ചെയ്തത് അല്ലേ? ആ വിദ്യ എന്ന് പറയുന്നത് ആ വിദ്യ ഒരു ഖരാക്ഷരമായി മാറി എന്നുള്ളൊരു ചെറിയൊരു ഇതേ ഉള്ളൂ ചൊല്ലിയപ്പോൾ. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹാദഹംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരമോർക്ക നീ. നന്നായിട്ട് ചൊല്ലി. കഴിഞ്ഞോണത്തെ നല്ല ഇമ്പ്രൂവ്മെന്റ്. ഓൾ ദി ബെസ്റ്റ്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇതിനകത്തൊരു സയൻസും കൂടിയുണ്ട്. ആയുർവേദത്തിൽ ചരകസംഹിതയിൽ പറയുന്നത് ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യാഘടയോരിവ. നമ്മളുടെ മനസ്സ് എങ്ങനെയാണോ പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, ശരീരം അതനുസരിച്ച് ഇമ്പ്രൂവ് ആയിക്കൊള്ളും. നല്ലൊരു മെസ്സേജാണ്. മെൻ്റലി ബി സ്ട്രോങ് ആൻഡ് പവർഫുൾ, ബോഡി വിൽ ഫോളോ ദാറ്റ്. അപ്പം ശരീരത്തെ ചികിത്സിക്കുന്നതിന് മുമ്പ് ആദ്യം ചികിത്സിക്കേണ്ടത് മനസ്സിനെയാണ്. അത് ഭാരതീയർ 2500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. മോഡേൺ സയൻസ് അത് കണ്ടുപിടിച്ചത് 1962 ഏതായാലും ഇങ്ങനെയൊക്കെയുള്ളത് പഠിക്കുമ്പോൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കണം. വെരി ഗുഡ്. നന്നായി ചൊല്ലി, നന്നായി പറഞ്ഞു. പക്ഷെ കുറച്ചുകൂടെ ഈ ടെൻഷൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പറയണം. അല്ലെങ്കിൽ അവിടെയാണ് ഈ പേരുകളൊക്കെ തെറ്റുന്നത്.
ഈ അക്ഷരങ്ങൾ തെറ്റുന്നതൊക്കെ കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആയി പറഞ്ഞാൽ നന്നായിരിക്കും. ശരി. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ. 6 out of 10. കോപ്പറേഷൻ സർ. 6. 6 out of 10. അപ്പോൾ നിങ്ങൾ നേടിയിരിക്കുന്നത് 18 മാർക്കാണ്. ഇന്നലെയും ഇന്നുമായി എ നേടിയിരിക്കുന്നത് 41 മാർക്ക്. ഇന്നലെയും ഇന്നുമായി ബി നേടിയിരിക്കുന്നത് 36 മാർക്ക്. ഇന്നത്തെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്തത് രാമായണ നൃത്തശില്പമാണ്. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവുമേ വ്രത ഭർത്താവു തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവുമേ വ്രത ഭർത്താവു തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്നു ഭർത്തൃക്കളെ ഭരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടു കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു പരാതികെ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം. താരയെയും അംഗദനെയും മുൻനിർത്തി ശ്രീരാമൻ്റെ സാന്നിധ്യത്തിൽ സുഗ്രീവൻ ബാലിയുടെ ശവസംസ്കാര കർമ്മങ്ങൾ യഥാവിധി പൂർത്തിയാക്കി. പ്രണാമം പ്രഭു. വളരെയധികം അസ്വസ്ഥനാണല്ലോ അങ്ങ്. എന്താണെന്ന് അറിയിച്ചാലും. ജ്യേഷ്ഠന്റെ വിയോഗം നമ്മെ വളരെയധികം അലട്ടുന്നുണ്ട്. കിഷ്കിന്ധ രാജധാനി അനാഥമായതുപോലെ. അങ്ങ് ആകുലപ്പെടാതിരിക്കൂ. കിഷ്കിന്ധ രാജധാനി ഒരിക്കലും അനാഥമാവുകയില്ല. പ്രഭു, അടിയന് ഒരു അപേക്ഷയുണ്ട്. പറയൂ. പൂജ്യനായ അങ്ങു തന്നെ ഈ രാജ്യത്തെ രക്ഷിച്ചുകൊള്ളണം. ദാസനായ അടിയൻ അങ്ങയുടെ ആജ്ഞകൾ പാലിച്ചുകൊണ്ട് ലക്ഷ്മണനെ പോലെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ സേവിച്ചുകൊള്ളാം. നീ തന്നെ ഞാൻ, നാം രണ്ടും ഒന്നു തന്നെ. എൻ്റെ ആജ്ഞപ്രകാരം നീ സന്തോഷത്തോടെ പോവുക. രാജ്യാധിപത്യം നിനക്കു തന്നിരിക്കുന്നു. പൂജ്യനായി ചെന്ന് അഭിഷേകം നടത്തുക. ഞാൻ 14 വർഷക്കാലം ഒരു നഗരത്തിലും പോവുകയില്ല. അനുജ. പറഞ്ഞാലും ജ്യേഷ്ഠ. അനുജ, നീ സുഗ്രീവനോടൊപ്പം കിഷ്കിന്ധ രാജധാനിയിൽ ചെന്ന് സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്യുക. ശരി ജ്യേഷ്ഠ, അങ്ങനെ തന്നെ ആവട്ടെ. സുഗ്രീവ, രാജാവായി അഭിഷിക്തനായതിനു ശേഷം നീ അംഗദനെ യുവരാജാവായി അഭിഷേകം ചെയ്യുക. പൂജനായി ചെന്നഭിഷേകം കഴിക്കനി രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിപ്പൂക്കഭിഷേകവും ചെയ്തു. പൂജനായി ചെന്നഭിഷേകം കഴിക്കനി രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിപ്പൂക്കഭിഷേകവും ചെയ്തു.
ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ലോകാഭിരാമ ജയ ലോകാഭിരാമ ജയ. ചിന്മയ വിദ്യാലയം. ഓക്കെ, ഞാൻ തൊട്ട് നോക്കട്ടെ. ഇതെന്തോ വെച്ചൊട്ടിച്ചതാന്ന് തോന്നുന്നല്ലേ? ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ, വളരെ ഭംഗിയായി നിങ്ങളുടെ ആ ഒരു സ്കിറ്റ്, അല്ല നൃത്തശില്പം. അതിന് ആദ്യം നാടകമുണ്ട്, അത് കഴിഞ്ഞ് നൃത്തത്തിലൂടെ രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനായിരുന്നു. നർത്തകിമാർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. രാമൻ ഒരു ഗാംഭീര്യമുള്ള രാമൻ. ഓൾ ദി ബെസ്റ്റ്. ഗോപാലകൃഷ്ണൻ സാർ, ഞാൻ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്തു. താരയുടെ ദുഃഖം ഇവരുടെ 3 പേരുടെ മുഖത്തും നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മണനോട് ഈ സുഗ്രീവൻ്റെ പട്ടാഭിഷേകം നടത്താനായിട്ട് നിർദ്ദേശം കൊടുക്കുന്നതിന് ശേഷം നിങ്ങളുടെ മുഖത്തെ നൃത്തത്തിന് വളരെ പോസിറ്റീവാണ്, പ്ലസൻറ്റ്. ആദ്യം ദുഃഖവും ഇവിടെ നല്ല രീതിയിലുള്ള പോസിറ്റീവും. പിന്നെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്, രാമൻ വനവാസത്തിന് പോയപ്പോൾ 14 വർഷവും ഏത് പ്രതിജ്ഞയെടുത്താണോ പോയത്, അത് രാമൻ ഈ സുഗ്രീവൻ്റെയും വിഭീഷണൻ്റെയും പട്ടാഭിഷേകത്തിൽ ഉൾപ്പെടെ പാലിച്ചിട്ടുണ്ട്. നമ്മളൊരാൾക്കൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് എടുത്ത ആൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് 100% പാലിക്കുന്ന രാമനെയാണ് മര്യാദാ പുരുഷൻ എന്ന് പറയുന്നത്, മാതൃകാ പുരുഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് എല്ലാം ഞാൻ 14 വർഷം ഒരു പട്ടണത്തിലും കയറില്ലെന്ന് ആ പ്രതിജ്ഞ പാലിക്കുന്നു. ലക്ഷ്മണ, നീ സുഗ്രീവൻ്റെ ആ പട്ടാഭിഷേകം നടത്തുക. അവിടെയെല്ലാം നമുക്ക് പഠിക്കാൻ ധാരാളമുണ്ട്. വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായി. മുമ്പ് പറഞ്ഞ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ വളരെ എല്ലാ കാര്യങ്ങളും മികച്ചു വന്നു. ഒരു കോളേജ് ലെവൽ സ്റ്റുഡൻസ് ചെയ്യുന്നതിൻ്റെ ഫീലാണ് വന്നത്. നല്ല കളർ കോമ്പിനേഷൻ. രാമനൊരു ശരിക്കും ഒരു കോളേജ് ലെവൽ രാമൻ്റെ ഫീലുണ്ട്. ലക്ഷ്മണനും അഗതനും നമ്മുടെ സുഗ്രീവനും എല്ലാം വളരെ നന്നായിട്ട്, ഓവറോൾ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് മാർക്സ് അറിയാം. ശ്രീകുമാർ സാർ, 15 out of 20. കൊടുക്കാൻ ആഗ്രഹിച്ചതിലെ പരമാവധി തന്നെ കൊടുക്കുന്നു. 15. വളരെ നന്ദി. നിങ്ങൾക്ക് 16 തീർച്ചയായും തരണമെന്നുണ്ട്. പക്ഷേ ഞാൻ കൂടി പഠിച്ച സ്കൂളാണ് ചിന്മയ വിദ്യാലയം എഴുതക്കാട്ടിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങളോട് സ്നേഹം കൂടുതലുള്ളതുകൊണ്ട് ആ 1 മാർക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾ നേടുമെന്ന് പ്രതീക്ഷയുള്ളതുകൊണ്ട് 15. നിങ്ങൾ നേടിയിരിക്കുന്നത് 45 മാർക്കാണ്. ഈ രാമായണ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.